അരങ്ങൊഴിഞ്ഞു എന്ന് കരുതിയ മണിമേടയിൽ നിന്ന് കാലത്തെയും പ്രണയത്തെയും തോൽപ്പിച്ച് കാൽപന്തിന്റെ രാജാവ് വിശ്വപോരിനായി വീണ്ടൊരിക്കൽ കൂടെ വരവറിയിക്കുകയാണ്. രണ്ടായിരത്തി 2022 ലുസൈൽ സ്റ്റേഡിയത്തിന്റെ ആകാശത്തേക്ക് വിശ്വകിരീടമുയർത്തി ഫുട്ബോൾ ചരിത്രത്തിൽ കിരീടാരോഹണം നടത്തിയ ലയണൽ മെസ്സി 2026 വടക്ക് അമേരിക്കൻ മണ്ണിൽ അരങ്ങേറുന്ന ലോകകപ്പ് പോരാട്ടങ്ങൾക്കായി വീണ്ടും ബൂട്ടുകെട്ടുമ്പോൾ വെറുമൊരു വരവിനപ്പുറം പലതും ഗണിച്ചാണ് സാക്ഷാൽ മിശിഹ എഴുന്നള്ളുന്നത്. കാൽപന്തിന്റെ ഇതിഹാസ പുസ്തകം ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന പ്രഖ്യാപനമാവാം. 38 നിറവോടെ കാൽപന്താരവത്തിന് ഹരം നൽകാൻ അയാൾ സജ്ജമാണ്. അമേരിക്കയുടെ മണ്ണും മനസ്സും അയാൾക്കിന്ന് മറ്റേത് താരത്തെക്കാളും സുപരിചിതമാണ്. ഇന്റർ മിയാമിയുടെ കുപ്പായത്തിൽ അർജന്റീനയുടെ മിശിഹ ആടിത്തിമിർക്കുകയാണല്ലോ. ഇന്ന് സിൻസിയാറ്റിക്കെതിരെ നടന്ന മത്സരത്തിൽ 2 ഗോളും 1 അസിസ്റ്റും അയാളുടെ വകയായിരുന്നു. ാം മിനിറ്റിൽ മെസ്സിയുടെ ഷോട്ട് ബാറിൽ തട്ടിത്തെറിച്ച് ഗോൾ ലൈൻ ഭേദിച്ചെങ്കിലും ഗോൾ കീപ്പർ സലൻഡാനോയുടെ ഓൺ ഗോളായിട്ടാണ് പരിഗണിച്ചത്. ഇത് അങ്ങേരുടെ വേൾഡ് കപ്പിൻ ചുവടുകളിലേക്കുള്ള അധ്യായങ്ങളിൽ ഒന്ന് മാത്രം. പ്രായമിവിടെ അക്കങ്ങൾ മാത്രമാണ്. അയാളിലെ വേഗതക്കും വീക്ഷണങ്ങൾക്കും നൃത്തച്ചുവടുകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. പഴയ അടവുകളെല്ലാം പയറ്റി എതിരാളികളിൽ ഭീതി ജനിപ്പിച്ചാണ് അയാൾ വരക്കുന്നത് എന്നോർക്കണം. കാത്തുകാത്തൊരു കിനാവിൽ ഫ്രഞ്ച് പടക്കെതിരെ പടവെട്ടി വിശ്വകിരീടം കയ്യിലേന്തുമ്പോൾ അയാൾ പൂർണ്ണനാണെന്നും ഇനിയെല്ലാം ഒരു മയത്തിലായിരിക്കണമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇന്റർ മിയാമിയിലേക്കുള്ള കൂടുമാറ്റത്തോടെ PSG-യിൽ എവിടെയോ മങ്ങിപ്പോയ ആരാധകരുടെ കളം നിറഞ്ഞാടുന്ന മെസ്സി തിരിച്ചു വന്നിരിക്കുന്നു. വിമർശനവും പുച്ഛവും ഹോബിയായി കൊണ്ടു നടന്നവർക്ക് മുമ്പിൽ പിന്നീട് സംസാരിച്ചത് കണക്കുകളാണ്. ഇന്റർ മിയാമിയെ ചരിത്രത്തിൽ ആദ്യമായി ലീഗ് കപ്പ് ജേതാക്കളാക്കി കിരീടത്തിലേക്കാണ് അവൻ ആനയിച്ചത്. കഴിഞ്ഞില്ല. തൊട്ടടുത്ത വർഷം, അതായത് 2024 MLS സപ്പോർട്ടേഴ്സ് ഷീൽഡും തുടർന്ന് 2025 ചരിത്രങ്ങളെ മാറ്റിക്കുറിച്ച് MLS കപ്പിൽ ഇന്റർ മിയാമിയെ ചാമ്പ്യൻസ് പട്ടം അണിയിച്ചു. 2024-25 ലയണൽ മെസ്സിയുടെ പ്രകടനം വാക്കുകൾക്കതീതമാണ്. തുടർച്ചയായി ലീഗിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2025 സീസണിലെ കണക്കൊന്ന് നോക്കണം. 33 മത്സരങ്ങളിൽ നിന്ന് 35 ഗോളുകളും 24 അസിസ്റ്റുകളുമാണ് മെസ്സിയുടെ ബൂട്ടിൽ നിന്ന് പിറന്നത്. 86 ഗോളുകളും 44 അസിസ്റ്റുകളുമാണ് മെസ്സിയുടെ ആകെ സമ്പാദ്യം. വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിലെ കണക്കുകളിലും അയാൾ ഒട്ടും പുറകിലല്ല. 11 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 3 അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കി. സംശയങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല. സ്കലോണിയുടെ വിശ്വസ്തനും കാൽപന്തിന്റെ രാജാവും അയാൾ തന്നെയാണ്. അയാൾക്ക് വിലങ്ങുതടിയാവാൻ പോന്ന ഒരു താരവും ഇല്ലെന്നർത്ഥം. കരിയറിലെ എല്ലാ സ്വപ്നങ്ങളും കീഴടക്കിയവനാണ്. പിച്ചിലെ ഓരോ ചലനത്തിലും ലാവണ്യം നിറക്കുന്ന മെസ്സിയുടെ സാന്നിധ്യം അർജന്റീനിയൻ ആരാധകർക്ക് ലോകകപ്പ് നിലനിർത്താമെന്ന അടിയുറച്ച ആത്മവിശ്വാസമാണ് പകരുന്നത്. പച്ചപ്പുൽ മൈതാനങ്ങളിൽ മന്ത്രവാദം നടത്തുന്ന മാന്ത്രികൻ തന്റെ കരിയറിന്റെ സായാഹ്നത്തിലും ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. കളി കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന ആ ഇടംകാലിൽ നിന്ന് വീണ്ടൊരിക്കൽ കൂടി വിശ്വവിസ്മയം ജനിക്കുമോ? പന്തുകളികളുടെ സകലടവുകളും ഇപ്പോൾ കൈവശമുള്ള ആ കുറിയ മനുഷ്യന് തന്റെ ഒടുവിലത്തെ പോരാട്ടംഗത്തിന് US-ലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും വേദിയിലേക്ക് ബൂട്ടുകെട്ടിയിറങ്ങുമ്പോൾ വിധി വീണ്ടും അദ്ദേഹത്തിന് മുന്നിൽ വഴിമാറുമോ? കിരീടങ്ങളെക്കാളും റെക്കോർഡുകളെക്കാളും ഉപരിയായി കാൽപന്ത് കളിയുടെ ജീവനുറ്റ സൗന്ദര്യം ഒരു വട്ടം കൂടി ലോകത്തിന് സമ്മാനിക്കാനുള്ള മെസ്സിയുടെ തയ്യാറെടുപ്പ് ഓരോ ഫുട്ബോൾ പ്രേമിക്കും ജീവശ്വാസം പോലെ പ്രിയപ്പെട്ടതാണ്. ഫുട്ബോൾ ലോകം അക്കങ്ങളെണ്ണി തുടങ്ങുകയാണ് വടക്കേ അമേരിക്കയിലെ ആ കാൽപന്താരവത്തിനായി.